കേരളത്തിൽ സ്ഥാപിതമായ സന്യാസ സമൂഹമാണ് കർമ്മലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് അഥവാ CMI. 1831 മെയ് 11-നാണ് CMI സന്യാസ സമൂഹം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ അപ്പസ്തോലിക് സഭയിലെ പുരോഹിതന്മാരായിരുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, ഫാദർ തോമസ് പാലക്കൽ, ഫാദർ തോമസ് പോരൂക്കര എന്നിവർ ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. ഏകദേശം 2 നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള CMI സമൂഹം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിലും ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. കേരളത്തിൽ സ്ഥാപിതമായ CMI സന്യാസ സമൂഹത്തിന് വേണ്ടി ഇന്ന് ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലും 4 വൈദികർ അഭിഷിക്തരായി. CMI തൃശൂർ ദേവമാതാ പ്രൊവിൻസിനു കീഴിലെ ഈസ്റ്റ് ആഫ്രിക്കൻ സെയിന്റ് തോമസ് റീജിയനു വേണ്ടി ജോയൽ മദേക്ക, മാർട്ടിൻ കിസ്വിലി, സൈമൺ മുട്ടുവ, ഫിദേലിസ് ചേലെ എന്നീ 4 ഡീക്കന്മാരാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. നെയ്റോബിയിലെ സോക്കിമോ സെയിന്റ് വെറോനിക്ക ഇടവക ദേവാലയത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് എത്യോപ്യയിലെ സോഡോ രൂപതയുടെ അപ്പസ്തോലിക് വികാർ ബിഷപ്പ് ഡോക്ടർ റോഡ്രിഗോ മെജിയ SJ മുഖ്യകാർമ്മികത്വം വഹിച്ചു. സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ബിജ്നോർ രൂപത ബിഷപ്പ് മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ, CMI വികാർ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി, CMI ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര എന്നിവർ സഹകാർമ്മികരായിരുന്നു. വിവിധ പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാർ, സെയിന്റ് തോമസ് റീജൻ അംഗങ്ങൾ, പുരോഹിതർ, സന്യസ്തർ, വൈദിക വിദ്യാർത്ഥികൾ, വിശ്വാസികൾ ഉൾപ്പെടെ 2000-ലധികം പേർ പങ്കെടുത്തു. ഈസ്റ്റ് ആഫ്രിക്കൻ CMI സെയിന്റ് തോമസ് റീജൻ സുപ്പീരിയർ ഫാദർ ജോണി തച്ചുപറമ്പിൽ നേതൃത്വം നൽകി. പുതിയ അഭിഷിക്തരുൾപ്പെടെ പ്രവിശ്യയ്ക്ക് വേണ്ടി നിലവിൽ കെനിയയിൽ നിന്ന് 14 CMI വൈദികർ തിരുപ്പട്ടം സ്വീകരിച്ചിട്ടുണ്ട്. തിരുപ്പട്ടത്തിന് മുന്നോടിയായി നെയ്റോബിയിൽ CMI പാൻ ആഫ്രിക്കൻ കോൺഫറൻസ് നടന്നു. ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്ന CMI അംഗങ്ങളും പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാരും പങ്കെടുത്തു. സുപ്രീം കോടതി റിട്ടയർ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു. സീറോ മലബാർ സഭയിലെ പൊന്തിഫിക്കൽ അവകാശമുള്ള ഏറ്റവും വലിയ സന്യാസ സമൂഹമാണ് പരിശുദ്ധ മറിയത്തിന്റെ കർമ്മലീത്ത സമൂഹം എന്ന കർമ്മലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. തിരുസഭയ്ക്ക് 2000-ലധികം വൈദികരെ CMI സന്യാസ സമൂഹം സമ്മാനിച്ചിട്ടുണ്ട്.